ചാപ്റ്ററിന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസിനെ സിമ്പിൾ അബ്സോർബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. ആ ഡൈജഷനിൽ എന്തുണ്ട്, രണ്ട് പ്രോസസ് ഉണ്ട്. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷനും ഒന്ന് കെമിക്കൽ ഡൈജഷനും, അല്ലെങ്കിൽ ബയോകെമിക്കൽ ഡൈജഷൻ എന്ന് പറയും. ഓക്കെ, ഒന്ന് മെക്കാനിക്കൽ, രണ്ട് ബയോകെമിക്കൽ. ഓക്കെ, അപ്പൊ ബയോകെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈംസിന്റെ അല്ലെങ്കിൽ കെമിക്കൽസിന്റെ ഹെൽപ്പോടെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ സിമ്പിൾ അബ്സോർബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം നമ്മൾ എന്താണ്, അതിനെ ഫിസിക്കലി സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്മോൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എവിടെ ഉള്ളതാണ്, ബക്കൽ ക്യാവിറ്റിയിലുള്ളതാണ്. ബക്കൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ മെയിൻലി ടീത്തും ടങ്ങും ആണ് അതിലുള്ള ഓർഗൻസിലെ സ്ട്രക്ചേഴ്സ്. അപ്പോൾ അത് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫുഡിനെ മാസ്റ്റിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടീത്ത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫുഡിനെ മാസ്റ്റിക്കേറ്റ് ചെയ്യും. അതുപോലെ അതിനെ സ്വാളോ ചെയ്യും, അല്ലെങ്കിൽ ഡീഗ്ലൂട്ടീഷൻ നടക്കും എന്ന് പറയാം. സ്വാളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനെ ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് ഫാരിങ്സിലൂടെ ഈസോഫാഗസിലേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയാ, സ്വാളോവിങ് അല്ലെങ്കിൽ ഡീഗ്ലൂട്ടീഷൻ എന്ന് പറയാം. അത് രണ്ടുമാണ് ടീത്തിന്റെയും ടങ്ങിന്റെയും ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ ഫുഡിനെ മിക്സ് ചെയ്തിട്ട് സലൈവ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ബക്കൽ ക്യാവിറ്റിലേക്ക് സലൈവറി ഗ്ലാൻസ് സലൈവനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ സലൈവനായിട്ട് ഫുഡിനെ മിക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ആ ഫുഡിനെ നമ്മൾ പിന്നെ ബോലസ് എന്നാണ് വിളിക്കുക. ബക്കൽ ക്യാവിറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫുഡിൽ സലൈവുമായി മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ ബോലസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ബക്കൽ ക്യാവിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡാണ്. അതുപോലെ രണ്ടാമത്തെ ഫെസിലിറ്റേറ്റ് സ്വാളോ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റ് സ്വാളോയിങ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാ, സലൈവറി ഗ്ലാൻസ് സലൈവ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ സലൈവറി ഡീറ്റെയിൽസിലേക്ക് പോകാം. അല്ലെ, 3 പെയർ സലൈവറി ഗ്ലാൻസ് നമ്മൾ പറഞ്ഞു. ആ സലൈവറി ഗ്ലാൻസ് ബക്കൽ ക്യാവിറ്റിയിലേക്ക് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, സലൈവ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഈ സലൈവന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? സലൈവയിൽ കാണപ്പെടുന്ന ഫസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മ്യൂക്കസ് ആണ്. ഓക്കെ, ഈ മ്യൂക്കസ് എന്ത് ചെയ്യുന്നത്, മ്യൂക്കസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് നമ്മളെ ഫുഡിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. അത് കാരണം അത് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഡീഗ്ലൂട്ടീഷൻ നടക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്വാളോ ചെയ്യാൻ പറ്റും. അതിനാണ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത്. മ്യൂക്കസ് എന്ത് ചെയ്യുന്നു, ഫുഡിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. ലൂബ്രിക്കേറ്റ് ഫുഡ് അതുവഴി ഈസിലി അതെന്ത് ചെയ്യാം, ഈസോഫേഗസിലേക്ക് ഫാരിങ്സിലൂടെ നമുക്ക് പാസ് ചെയ്യാൻ കഴിയും. രണ്ടാമതായിട്ട് എന്തുണ്ട്, ഒരുപാട് ഇലക്ട്രോലൈറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ബൈകാർബണേറ്റ് പോലുള്ള ഇലക്ട്രോലൈറ്റ്സ് എന്തിലുണ്ട്, സലൈവറി സെക്രീഷനിൽ ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, എൻസൈംസ് ആണ്. സലൈവറിയില് എൻസൈംസ് ഉണ്ട്. മെയിൻലി 2 എൻസൈമാണ് സലൈവറിയിൽ ഉള്ളത്. ഒന്ന് സലൈവറി അമൈലേസും ഒന്ന് ലൈസോസൈമുമാണ്. സലൈവറി അമൈലേസ്. അതുപോലെ എന്തുണ്ട്, ലൈസോസൈം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ എന്തുണ്ട്, സലൈവയിലുണ്ട്. ഇനി സലൈവറി അമൈലേസിന്റെ ഫംഗ്ഷനാണ്. സലൈവറി അമൈലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലൈവറി സെക്രീഷൻസിൽ കാണപ്പെടുന്ന ഒരു എൻസൈം ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സലൈവറി അമൈലേസ് എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം ആണ്. കാർബോഹൈഡ്രേറ്റിനെ കെമിക്കലി ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം എന്ന് പറയും. കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം, അതായത് നമ്മുടെ ഫുഡിലൂടെ നമുക്ക് ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലെങ്കിൽ പോളിസാക്കറൈഡ് ആണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ എക്സാമ്പിൾ മെയിൻലി നമുക്ക് ഫുഡിലൂടെ കിട്ടുന്നത് സ്റ്റാർച്ച് ആണ്. പ്ലാന്റിലൂടെ നമുക്ക് കിട്ടുന്നത്, പ്ലാന്റ് ഫുഡിലൂടെ മെയിൻലി കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരുപാട് ഗ്ലൂക്കോസുകളുടെ മില്യൺസ് ഓഫ് ഗ്ലൂക്കോസസ് കൂടി ചേർന്ന ഇതാണ് എന്ത്, സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഈ സ്റ്റാർച്ചിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ മോളിക്യൂൾസ് ആക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ നമുക്കറിയാം ഓരോ എൻസൈമും അതിന്റെ മാക്സിമം ആക്ഷൻ നടത്തുന്നതിന് ഒരു പെർട്ടിക്കുലർ pHഉം ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഒപ്റ്റിമൽ pH എന്ന് പറയാം, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്ന് പറയാം. ഈ ഒപ്റ്റിമൽ pHലും ഒപ്റ്റിമൽ ടെമ്പറേച്ചറിലുമാണ്
മാക്സിമം ഈ എൻസൈമിന്റെ ആക്ഷൻ നടക്കുക. അപ്പൊ സലൈവറി അമൈലേസിന്റെ മാക്സിമം ആക്ഷൻ നടക്കുന്ന പി എച്ചിന് ഒപ്റ്റിമൽ പി എച്ച് എന്ന് പറയും. ആ സലൈവറി അമൈലേസിന്റെ ഒപ്റ്റിമൽ പി എച്ച് എന്ന് പറയുന്നത് 6.8 ആണ്. ഓക്കെ. അതുപോലെ ഈ സലൈവറി അമൈലേസ് എന്ത് ചെയ്യും? സലൈവറി അമൈലേസ് സ്റ്റാർച്ചിന് സലൈവറി അമൈലേസ് 6.8 പി എച്ചിൽ വെച്ചിട്ട് എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. മാൾട്ടോസ് ഏകദേശം 30% സ്റ്റാർച്ചിനെ നമ്മുടെ ഫുഡിലൂടെ ലഭിക്കുന്ന 30% സ്റ്റാർച്ചിനെയും ബക്കൽ ക്യാവിറ്റിയിൽ വെച്ച് തന്നെ സലൈവറി അമൈലേസ് മാൾട്ടോസ് ആക്കി മാറ്റും. ബാക്കി സ്റ്റാർച്ചിന് വീണ്ടും എന്ത് ചെയ്യും? ഇൻറ്റസ്റ്റൈനിലേക്ക് സ്റ്റൊമക്കിലേക്ക് പോകും. അവിടുന്ന് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. അവിടെയുള്ള ഒരുപാട് എൻസൈംസ് ആണ് ബാക്കി എന്ത് ചെയ്യുന്നത്? സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബക്കൽ ക്യാവിറ്റിയിൽ ഏകദേശം 30% സ്റ്റാർച്ചിനെ സലൈവറി അമൈലേസ് എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. എന്തിനെ? മാൾട്ടോസ് ആക്കി മാറ്റും. മാൾട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാൾട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈസാക്കറൈഡ് ആണ്. 2 ഗ്ലൂക്കോസ് കൂടി ചേർന്നതാണ് എന്ത്? മാൾട്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെന്ത് ചെയ്യും? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് മാൾട്ടോസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് സലൈവറി അമൈലേസിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ മെക്കാനിക്കൽ ഡൈജഷൻ ബക്കൽ ക്യാവിറ്റിയിൽ നടന്നു, ടീത്തിന്റെ ടെങ്ങിന്റെ ഒക്കെ സഹായത്തോടെ. അതുപോലെ കെമിക്കൽ ഡൈജഷൻ ബക്കൽ ക്യാവിറ്റിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അത് സലൈവറി അമൈലേസിന്റെ ഹെൽപ്പോടെയാണ്. അതുപോലെ പിന്നെ സലൈവറി സെക്രീഷനിൽ നമ്മൾ എന്ത് പറഞ്ഞു? ലൈസോസൈം ഉണ്ട് എന്ന് പറഞ്ഞു. ലൈസോസൈമിന്റെ ഫംഗ്ഷൻ എന്താണ്? ആന്റി ബാക്ടീരിയൽ ആക്ഷൻ ആണ്. ഇപ്പൊ ഫുഡിലുള്ള ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ കിൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? ലൈസോസൈം എന്ന് പറയുന്നത്. അതും സലൈവറി സെക്രീഷൻസിൽ ഉള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇത്ര കാര്യങ്ങളാണ് എവിടെ നടത്തുന്നത്? ബക്കൽ ക്യാവിറ്റിയിലൂടെ നടത്തുന്നത്. ഓക്കെ. അങ്ങനെ ബക്കൽ ക്യാവിറ്റിയിലുള്ള ഫുഡിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു? ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് നമ്മളത് ഫാരിങ്സിലേക്ക് അല്ലെ? ഫുഡ് ആദ്യം എവിടെയായിരുന്നു? ബക്കൽ ക്യാവിറ്റിയിലായിരുന്നു. ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് അതിനെ നമ്മൾ ഫാരിങ്സിലേക്ക് പാസ് ചെയ്തു. അതിൽ നിന്ന് ഈസോഫാഗസിലേക്ക് പാസ് ചെയ്തു. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയാ? സ്വാളോവിങ് എന്ന് പറയില്ല? സ്വാളോവിങ് അല്ലെങ്കിൽ അതിനെന്ത് പറയും? ഡീഗ്ലൂട്ടീഷൻ എന്ന് പറയും. സ്വാളോവിങ് അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡീഗ്ലൂട്ടീഷൻ. ഓക്കെ. അപ്പോൾ ഡീഗ്ലൂട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനെ ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് ഈസോഫാഗസിലേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ? ഡീഗ്ലൂട്ടീഷൻ എന്ന് പറയാം. ഓക്കെ. അതുപോലെ അടുത്തത് ഇപ്പൊ എവിടെ എത്തി? ഈസോഫാഗസിലെത്തി അല്ലെ? ബക്കൽ ക്യാവിറ്റി കഴിഞ്ഞ് ഫുഡ് ഈസോഫാഗസിലെത്തി. ഈസോഫാഗസിൽ എന്ത് നടക്കുന്നില്ല? ഡൈജഷൻ ഒന്നും അങ്ങനെ നടക്കുന്നില്ല. ഈസോഫാഗസിൽ ഡൈജഷൻ നടക്കുന്നില്ല. ഈസോഫാഗസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനെ ഫാരിങ്സിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈസോഫാഗസിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈസോഫാഗസിൽ എന്ത് നടക്കുന്നുണ്ട്? പെരിസ്റ്റാൾസിസ് നടക്കുന്നുണ്ട്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സക്സസീവ് വേവ് ഓഫ് മസ്കുലാർ കോൺട്രാക്ഷൻ ആണ്. ആ സക്സസീവ് വേവ് ഓഫ് മസ്കുലാർ കോൺട്രാക്ഷൻ വഴി ഈസോഫാഗസിലെത്തിയ ഫുഡിനെ ഈസോഫാഗസിലൂടെ താഴെ സ്റ്റൊമക്കിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈസോഫാഗസിന്റെ ഫംഗ്ഷൻ. പെരിസ്റ്റാൾസിസ് എന്നാണ് പറയാ. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസീവ് വേവ്സ് ഓഫ് മസ്കുലാർ കോൺട്രാക്ഷൻ ആണ്. സക്സസീവ് വേവ്സ് ഓഫ് മസ്കുലാർ കോൺട്രാക്ഷൻ. ഓക്കെ. അതായത് ഈസോഫാഗസ് ഒരു ലോങ് ട്യൂബ് ആണ് അല്ലെ? നമുക്കറിയാം. അപ്പൊ ഇവിടെയാണ് അതിന്റെ ഫുഡ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ചെയ്യും, ഈ ഭാഗം കോൺട്രാക്ട് ചെയ്യും. അപ്പൊ ഫുഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് റിലാക്സ്ഡ് ആയിരിക്കും. അതിനുശേഷം ഈ ഭാഗം റിലാക്സ് ചെയ്യും. അപ്പൊ ഇവിടെ എത്തിയ ഫുഡിന്റെ ഈ ഭാഗം കോൺട്രാക്ട് ചെയ്യും. അപ്പൊ ഫുഡ് ഇങ്ങോട്ട് പാസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? കോൺട്രാക്ഷനും റിലാക്സേഷനും ആൾട്ടർനേറ്റ് ആയിട്ട് നടക്കുന്നത് കാരണം ആ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് വഴി എന്ത് ചെയ്യും? ഫുഡ് സ്റ്റൊമക്കിലേക്ക് പാസ് ചെയ്യും. ഇത്രയുള്ളൂ ഈസോഫാഗസിൽ പറയാനുള്ളത്. ഈസോഫാഗസിൽ എന്ത് നടക്കുന്നില്ല? ഡൈജഷൻ നടക്കുന്നില്ല. പകരം പെരിസ്റ്റാൾസിസ് മാത്രമേ നടക്കുന്നുള്ളൂ. പെരിസ്റ്റാൾസിസ് എന്നാൽ സക്സസീവ് വേവ്സ് ഓഫ് മസ്കുലാർ കോൺട്രാക്ഷൻ എന്നാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനെ എലിമെന്ററി കനാലിലൂടെ പാസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ ഫുഡ് എവിടേക്ക് എത്തും? സ്റ്റൊമക്കിലേക്ക് എത്തും അല്ലെ? സ്റ്റൊമക്കിലേക്ക് എത്തുന്നിടത്ത് എന്തുണ്ട്? ഗ്യാസ്ട്രോ ഈസോഫേജൽ സ്ഫിങ്ക്റ്റർ ഉണ്ട്. ആ സ്ഫിങ്ക്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഈസോഫേഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് ഫുഡിന്റെ എൻട്രി കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ അനാട്ടമിയിൽ ഡിസ്കസ് ചെയ്തതാണ്, സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി സ്റ്റൊമക്കിന്റെ മ്യൂക്കോസയിൽ ഒരുപാട് എന്തുണ്ട്? ഗ്ലാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ ഗ്ലാൻസിനെ നമ്മൾ എന്ത് പേര് വിളിച്ചു? ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് വിളിച്ചില്ലേ? ഓക്കെ. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്. സ്റ്റൊമക് മ്യൂക്കോസയിൽ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്. അതിന് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് വിളിച്ചു. ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. ഓക്കെ. 3 ടൈപ്പ് സെൽസ് ഉണ്ട്. ഒന്നാമത്തിന് പറയുന്ന പേരാണ് എന്ത്?
മ്യൂക്കസ് നെക്ക് സെൽസ് എന്ന് പറയും. മ്യൂക്കസ് നെക്ക് സെൽ. ഈ മ്യൂക്കസ് നെക്ക് സെൽ എന്ത് സെക്രീറ്റ് ചെയ്യും? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ഓക്കെ. രണ്ടാമതായിട്ട് കാണപ്പെടുന്ന ഒരു സെല്ലാണ് എന്ത്? ചീഫ് സെൽ, അതല്ലെങ്കിൽ പെപ്റ്റിക് സെൽ എന്ന് പറയും. ചീഫ് സെൽ, ചീഫ് സെൽ ഓർ പെപ്റ്റിക് സെൽ. പെപ്റ്റിക് സെൽ. ഈ ചീഫ് സെൽ അല്ലെങ്കിൽ പെപ്റ്റിക് സെൽ പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു പ്രോ എൻസൈമിനെ സെക്രീറ്റ് ചെയ്യും. നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്ന എൻസൈമാണ് പെപ്സിനോജൻ. അതൊരു പ്രോ എൻസൈം ആണ്. അത് ആക്ടിവേറ്റ് ചെയ്ത് പെപ്സിനാണ് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ ആദ്യം പഠിച്ച സലൈവറി അമൈലേസ്, രണ്ടാമത് പഠിക്കുന്നത് പെപ്സിനോജൻ ആണ്. ഈ പെപ്സിനോജൻ എന്ന് പറയുന്ന പ്രോ എൻസൈമിനെയാണ് പെപ്സിനോജൻ എന്ന് പറയുന്ന പ്രോ എൻസൈം, അതായത് അതിന്റെ ആക്ഷൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പെപ്സിനോജനെ ആക്ടിവേറ്റ് ചെയ്ത് പെപ്സിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആക്കി മാറ്റണം. ഓക്കെ. അപ്പൊ ഈ പെപ്സിനോജനെയാണ് ആദ്യം സെക്രീറ്റ് ചെയ്യുന്നത്? ചീഫ് സെൽ സെക്രീറ്റ് ചെയ്യുന്നത്. അതൊരു പ്രോ എൻസൈം ആണ്. അതുപോലെ മൂന്നാമത്തെ സെല്ലാണ് എന്ത്? പെരൈറ്റൽ സെൽ എന്ന് പറയും. പെരൈറ്റൽ സെൽ ഓർ ഓക്സിൻറ്റിക് സെൽ എന്ന് പറയും. പെരൈറ്റൽ സെൽ അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെൽ എന്ന് പറയും. ഈ പെരൈറ്റൽ സെല്ല് അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെല്ലിൽ രണ്ട് സെക്രീഷൻ ഉണ്ട്. ഒന്ന് HCl ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഒരു സ്ട്രോങ് ആസിഡ് ആണ്. ആ HCl-നെയും അതുപോലെ ഇൻട്രിൻസിക് ഫാക്ടറിനെയും സെക്രീറ്റ് ചെയ്യും. ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ B12 അബ്സോർപ്ഷന് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്ര കാര്യമാണ് സ്റ്റൊമക്കിന്റെ ഗ്ലാൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ ഈസോഫാഗസിലൂടെ പെരിസ്റ്റാൾസിസ് വഴി ഫുഡ് എവിടെ എത്തി? ഫുഡ് സ്റ്റൊമക്കിലെത്തി. ഓക്കെ. ആ ഫുഡ് നമ്മൾ എന്താ പറയുന്നത്? ബോലസ് എന്താ പറഞ്ഞല്ലേ? സലൈവയിൽ മിക്സ് ചെയ്ത ഫുഡ് നമ്മൾ ബോലസ് എന്ന് പറഞ്ഞു. ആ ബോലസ് എന്ത് ചെയ്തു? സ്റ്റൊമക്കിലെത്തി. ഓക്കെ. സ്റ്റൊമക്കിൽ എന്തുണ്ട്? സ്റ്റൊമക്കിൽ ഈ ഗ്ലാൻസുകളൊക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മൊത്തത്തിൽ നമ്മൾ എന്താ പറയും? ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയും. ഗ്യാസ്ട്രിക് ജ്യൂസ്. ആ ഗ്യാസ്ട്രിക് ജ്യൂസ് ഭയങ്കര അസിഡിക് ആണ്. കാരണം അതിൽ എന്തുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരുപാടുണ്ട്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിനായിട്ട് ബോലസ് മിക്സ് ചെയ്യും. അതുപോലെ സ്റ്റൊമക്കിന്റെ മൂവ്മെന്റ് വഴി ഈ ബോലസും ഗ്യാസ്ട്രിക് ജ്യൂസും നന്നായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ ഈ ബോലസ് എന്തായി മാറും? കൈമായി മാറും. അപ്പൊ സ്റ്റൊമക്കില് അസിഡിക് ഗ്യാസ്ട്രിക് ജ്യൂസിനായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ആ ഫുഡിനെ നമ്മൾ കൈം എന്നാണ് പറയാ. സലൈവയിൽ മിക്സ് ചെയ്തതിനു ശേഷം ബോലസ് എന്ന് പറഞ്ഞത് സ്റ്റൊമക്കിൽ എത്തിയതിനു ശേഷം ഗ്യാസ്ട്രിക് ജ്യൂസിനായിട്ട് നന്നായിട്ട് തറവിൽ മിക്സ് ചെയ്തതിനു ശേഷം പിന്നെ അതിനെ നമ്മൾ കൈം എന്നാണ് വിളിക്കുക. ഓക്കെ. ഈ കൈം എന്ത് ചെയ്യും? ഈ കൈമിൽ ഒരുപാട് എന്തുണ്ടാവും? സബ്സ്റ്റൻസ് ഉണ്ടാവും അല്ലെ? നമ്മളെ പ്രോട്ടീൻസ് ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സബ്സ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു ന്റെ ജ്യൂസിൽ എന്തുണ്ട്? പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു പ്രോ എൻസൈം ഉണ്ട്. ഈ പെപ്സിനോജനിലേക്ക് HCl-ന്റെ ആക്ഷൻ വഴി HCl-ന്റെ ആക്ഷൻ വഴിയാണ് പ്രോ എൻസൈം ആയിട്ടുള്ള പെപ്സിനോജനെ ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനായി കൺവേർട്ട് ചെയ്യുന്നത്. പെപ്സിൻ. ഓക്കെ. ഈ പെപ്സിനാണ് കൈമിലുള്ള പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോ ഗ്യാസ്ട്രിക് ജ്യൂസിൽ പെപ്സിൻ ഉണ്ട് അല്ലെ? പെപ്സിനോജൻ ഉണ്ട്. അതുപോലെ എന്തുണ്ട്? ആസിഡ് ഉണ്ട്, ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്. അപ്പൊ അതിലുള്ള പെപ്സിനോജനെ HCl-ന്റെ ആക്ഷൻ വഴി ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനായി കൺവേർട്ട് ചെയ്യും. ഈ പെപ്സിനാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ആദ്യത്തെ കെമിക്കൽ ഡൈജഷൻ നമ്മൾ പഠിച്ചത് സലൈവറി അമൈലേസ് കാർബോഹൈഡ്രേറ്റിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നതാണ്. ഓക്കെ. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസിനെ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം, പെപ്സിന്റെ ഒപ്റ്റിമൽ pH എന്ന് പറയുന്നത് 1.8 ആണ്. ഓക്കെ. ഇവിടെ ഈ ഒപ്റ്റിമൽ pH പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആണ്? HCl-ന്റെ ഫംഗ്ഷൻ ആണ്. HCl എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ആസിഡ് ആണ്. ആസിഡിന്റെ pH എപ്പോഴും കുറവായിരിക്കും അല്ലെ? അപ്പൊ ഈ ആസിഡ് ആണ് ഈ പെപ്സിന് ആവശ്യമായിട്ടുള്ള അസിഡിക് pH പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.8 ആണ് എന്ത്? ഒപ്റ്റിമൽ pH ഫോർ ആക്ഷൻ ഓഫ് പെപ്സിൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻസിനെ പെപ്സിൻ എന്തായി മാറ്റും? പെപ്റ്റൈഡ്സ് ആക്കി മാറ്റും. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് അമിനോ ആസിഡ്സ് ചേർന്നതാണ് അല്ലെ? ഒരുപാട് അമിനോ ആസിഡ്സ് ചേർന്നതാണ് എന്ത്? പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ലിങ്ക് ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ട് വഴി ലിങ്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നത്. അതിനെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റും. അതിനാണ് നമ്മൾ എന്താ പറയാ? പെപ്റ്റൈഡ്സ് എന്ന് പറയാം. പെപ്റ്റൈഡ്സ്. അതിനെ ചെറിയ ചെറിയ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റും. അല്ലെങ്കിൽ പ്രോട്ടിയോസസ്
അല്ലെങ്കിൽ പെപ്റ്റോൺസ് ഒക്കെ ആക്കി മാറ്റും എന്നാണ് പറയുക. അതൊക്കെ എന്താണ് പ്രോട്ടിയോസസ് അല്ലെങ്കിൽ പെപ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞാൽ പ്രോട്ടീനിന്റെ കെമിക്കൽ ഡൈജഷൻ വഴി ഫോം ചെയ്യുന്ന ചെറിയ ചെറിയ മോളിക്യൂൾസിനാണ് എന്ത് പറയാ പ്രോട്ടിയോസസ്, പെപ്റ്റോൺസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് എന്ന് പറയും. ലോങ് മോളിക്യൂൾസ് ഓഫ് അമിനോ ആസിഡ്സ് വരുന്ന സമയത്താണ് നമ്മൾ പ്രോട്ടീൻസ് എന്ന് വിളിക്കുക. അതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോട്ടിയോസസ് അല്ലെങ്കിൽ പെപ്റ്റോൺസ് അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് ഒക്കെ ആക്കി മാറ്റുക എന്നതാണ് പെപ്സിന്റെ ഫംഗ്ഷൻ. അതുപോലെ HCl ന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl ന്റെ ഫംഗ്ഷൻ അല്ലെ, HCl ന്റെ ഫംഗ്ഷൻ ഒന്നെന്താണ് പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റുക എന്നുള്ളതാണ്. പെപ്സിനോജൻ ഒരു ഇനാക്റ്റീവ് എൻസൈമാണ്, അതിനെ പെപ്സിനാക്കി മാറ്റുന്നത് HCl ആണ്. അതുപോലെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമൽ pH പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പെപ്സിന്റെ ഒപ്റ്റിമൽ pH 1.8 ആണ്. അത് ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമൽ pH പ്രൊവൈഡ് ചെയ്യുന്നതും HCl ആണ്. ഓക്കെ, അതുപോലെ ഇന്റൻസീവ് ഫാക്ടർ ഉണ്ട് ഗാസ്ട്രിക് ജ്യൂസിൽ, അതിന്റെ ഫംഗ്ഷൻ വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യാൻ സഹായിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുപോലെ എന്തുണ്ട് മ്യൂക്കസ് ഉണ്ട് അല്ലെ, മ്യൂക്കസ് ലെക്സെൽസ് ഉണ്ട്, അത് എന്ത് ചെയ്യുന്നുണ്ട് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസിന്റെ ഫംഗ്ഷൻ എന്താണ്, ആൾറെഡി നമ്മൾ പറഞ്ഞത് ഗാസ്ട്രിക് ഗ്ലാൻസിൽ HCl സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ HCl സ്റ്റൊമക്കിൽ ഒന്ന് നടത്തുന്നുണ്ട്. ആ HCl എന്ത് ചെയ്യാം സ്റ്റൊമക്കിന്റെ മ്യൂക്കോസിനെ എന്ത് ചെയ്യാം എക്സ്കോറേഷൻ ചെയ്യുക എന്നാണ് പറയുന്നത്. സ്റ്റൊമക്കിന്റെ മ്യൂക്കോസിൽ HCl ആക്ഷൻ വഴി എന്ത് ചെയ്യുക സ്റ്റൊമക് മ്യൂക്കോസ നാശമാകാം. അപ്പൊ അത് പ്രിവെന്റ് ചെയ്ത് ഈ മ്യൂക്കസ് എന്ത് ചെയ്യും സ്റ്റൊമക് മ്യൂക്കോസിനെ, മ്യൂക്കസ് ഉണ്ട്. അതുപോലെ ബൈകാർബണേറ്റ് എന്ന് പറയുന്ന ബൈകാർബണേറ്റ്സ് എന്തിലുണ്ട് ഗാസ്ട്രിക് ജ്യൂസിലുണ്ട്. അപ്പൊ ഈ മ്യൂക്കസും ബൈകാർബണേറ്റും സ്റ്റൊമക്കിനെ എന്ത് ചെയ്യും ലൂബ്രിക്കേറ്റ് ചെയ്യും, അതുപോലെ പ്രൊട്ടക്ട് ചെയ്യും. പ്രൊട്ടക്ട് ഫ്രം ദ ആക്ഷൻ ഓഫ് HCl, HClന്റെ ആക്ഷനിൽ നിന്ന് സ്റ്റൊമക്കിന്റെ മ്യൂക്കോസിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് മ്യൂക്കസും ബൈകാർബണേറ്റും ഉള്ളത്. അപ്പൊ ഇത്ര കാര്യമാണ് സ്റ്റൊമക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മള് ബക്കൽ കാവിറ്റിന്ന് തുടങ്ങി ഈസോഫേഗസിലൂടെ സ്റ്റൊമക്കിലെത്തി. ബക്കൽ കാവിറ്റിയിൽ നടക്കുന്ന ഡൈജഷൻ ഏതാണ് എന്ന് പറഞ്ഞു. അവിടെ മെയിൻലി കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള സ്റ്റാർച്ചിന്റെ 30% സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ഫോം ചെയ്തു മാൾട്ടോസ് ഫോം ചെയ്തു. ഇവിടെ സ്റ്റൊമക്കിൽ മെയിൻ ആയിട്ട് നടക്കുന്ന ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്സിനോജനെ പെപ്സിനാക്കുന്നു. ആ പെപ്സിൻ എന്ത് ചെയ്യുന്നു പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ പ്രോട്ടിയോസസ് അല്ലെങ്കിൽ പെപ്റ്റോൺസ് ആക്കി മാറ്റുന്നു. അതുപോലെ സ്റ്റൊമക്കിന്റെ എന്തുണ്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ 3 ടൈപ്പ് സെല്ല് ഉണ്ട്. അതിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. അത് സെക്രീറ്റ് ചെയ്യുന്നത് എന്താ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് മ്യൂക്കസ് നെക്സ് സെല്ലാണ്, അത് മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നു. മ്യൂക്കസ് എന്ത് ചെയ്യുന്നു സ്റ്റൊമക് മ്യൂക്കസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ചീഫ് സെല്ലാണ്, മെയിൻ സെല്ലാണ്, അല്ലെങ്കിൽ പെപ്റ്റിക് സെൽ എന്ന് പറയും. അത് പെപ്സിനോജനെ സെക്രീറ്റ് ചെയ്യുന്നു. അതുപോലെ മൂന്നാമത്തെ എന്താണ് പെരൈറ്റൽ സെല്ലാണ്, അല്ലെങ്കിൽ ഓക്സിറ്റിക് സെൽ എന്ന് പറയും. അത് HClനെയും അതുപോലെ ഇന്റൻസീവ് ഫാക്ടറിനെയും സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്തു സ്റ്റൊമക്കിൽ നടക്കുന്ന ഡൈജഷൻ വരെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി സ്റ്റൊമക്കിലൂടെ നമ്മൾ പറഞ്ഞ സ്റ്റൊമക്കിന്റെ ഡിഫറെന്റ് പാർട്സ് പറഞ്ഞു അല്ലെ, കാർഡിയാക്ക്, ഫണ്ടസ്, ബോഡി, പൈലോറസ് എന്ന് പറയുന്ന പാർട്ട് പറഞ്ഞു. ആ പൈലോറസ് എന്ന പാർട്ടിലൂടെ അത് ഡിയോർണത്തിന്റെ സ്മാൾ ഇൻറ്റസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ടായ ഡിയോർണത്തിലേക്ക് എൻ്റർ ചെയ്യും. അവിടെ പൈലോയിഡ് സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഫിങ്ക്റ്ററാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്താ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡിയോർണത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ത് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈല് ഹെപ്പാറ്റിക് ഡക്ട് വഴി വരും അല്ലെ, അത് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. അത് സിസ്റ്റിക് ഡക്ട് വഴി തിരിച്ചു വരും. അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് എന്ത് പറയും കോമൺ ബൈൽ ഡക്ട് എന്ന് പറയും. അതിലേക്ക് പാങ്ക്രിയാസിൽ നിന്ന് വരുന്ന പാങ്ക്രിയാറ്റിക് ഡക്ട് ജോയിൻ ചെയ്ത് കോമൺ ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്ട് എന്ന് പറയും. ആ കോമൺ ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്ട് എന്ത് ചെയ്യും ഇൻറ്റസ്റ്റൈനിലേക്ക് ജോയിൻ ചെയ്യും അല്ലെ. അപ്പൊ ആദ്യം ഡിയോർണത്തിലേക്ക് വരുന്നത് എന്താണ് കോമൺ ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്ട് ആണ്. ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്ട് എന്ത് ചെയ്യും ഇൻറ്റസ്റ്റൈനിലേക്ക് വരും. ആ കോമൺ ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റിലുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്നെന്താണ് ബൈലാണ് അല്ലെ. ബൈല് വരുന്നത് എന്താണ് ലിവറിൽ നിന്ന്. രണ്ടാമത്തത് എന്താണ് പാങ്ക്രിയാറ്റിക് ജ്യൂസസ് ആണ്, പാങ്ക്രിയാറ്റിക് ജ്യൂസസ്. ആ പാങ്ക്രിയാറ്റിക് ജ്യൂസസ് വരുന്നത് പാങ്ക്രിയാസിൽ നിന്ന് പാങ്ക്രിയാറ്റിക് ഡക്ട് വഴി. ഓക്കെ, ഇനി ഇതിലൊക്കെ എന്താണുള്ളത് എന്ന് നോക്കാം. ആദ്യം ബൈല്. ഓക്കെ, ബൈൽ എടുത്തു കഴിഞ്ഞാൽ ബൈലിൽ കുറെ സബ്സ്റ്റൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ത് പറയും ബൈൽ പിഗ്മെന്റ്സ് ഉണ്ട്, ബൈൽ പിഗ്മെന്റ്സ്. ഓക്കെ, ബൈൽ പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പിഗ്മെന്റ് ആണുള്ളത്. ഒന്ന് ബിലിറുബിൻ എന്ന് പറയുന്ന പിഗ്മെന്റും ഒന്ന് ബിലിവെറിഡിൻ എന്ന് പറയുന്ന പിഗ്മെന്റും. ആ 2 പേര് പഠിക്കണം, ബിലിറുബിൻ, ബിലിവെറിഡിൻ. ഓക്കെ, ബൈൽ പിഗ്മെന്റ്സ് ആണ് ഒന്ന് ബിലിറുബിൻ, ബിലിറുബിൻ, ഒന്ന് ബിലിവെറിഡിൻ. അങ്ങനെ 2 ബൈൽ പിഗ്മെന്റ്സ് ബൈൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ ബൈൽ സാൾട്ട് ഉണ്ട്, ബൈൽ സോൾട്ട്സ്, ബൈൽ സോൾട്ട് ഉണ്ട്. ബൈൽ സോൾട്ടിന്റെ പേര് പഠിക്കാനില്ല. അതുപോലെ എന്തുണ്ട് കൊളസ്ട്രോൾ ഉണ്ട്. അതുപോലെ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ്.
ഇതൊക്കെയാണ് ബൈലിൽ അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബൈൽ പിഗ്മെന്റ്സ്, ബൈൽ സാൾട്സും ആണ്. ബൈൽ പിഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ബിലിറുബിനും ബിലിബുലിഡിനുമാണ്. അതുപോലെ ഫോസ്ഫോലിപ്പിഡ്സും കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട്. പക്ഷേ ബൈലിൽ എന്തില്ല? ബൈൽ ഹാസ് നോ എൻസൈം. ബൈൽ ഹാവ് നോ എൻസൈം. ബൈലിൽ എന്തില്ല? എൻസൈം ഇല്ല. ഓക്കെ. പക്ഷെ അപ്പൊ എൻസൈം ഇല്ലാത്തതുകൊണ്ട് എന്ത് നടക്കുന്നില്ല? ഡൈജഷൻ ഡയറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. പക്ഷെ ബൈലിന് ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഉണ്ട്. ആ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ്. ബൈലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ബൈലിന്. ബൈലിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. അപ്പൊ എന്താണ് ഇമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലാർജ് മോളിക്യൂൾ ആയിരിക്കും. ആ ലാർജ് മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുന്നതിനാണ്. സിമ്പിൾ ഡ്രോപ്ലെറ്റ്സ് നമ്മൾ മിസെലി എന്നാണ് പറയാം. അങ്ങനെ ആ ഫാറ്റിനെ സിമ്പിൾ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ മിസെലി ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഇമൾസിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ്സ്, ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ് ഇൻടു സിമ്പിൾ ഡ്രോപ്ലെറ്റ്സ്, ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുക. ഓക്കെ, അതുവഴി എന്ത് ചെയ്യും? ഫാറ്റ് അങ്ങനെ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുന്ന സമയത്ത് അതിന്റെ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ കൂടും. ആ സർഫസ് ഏരിയ കൂടുമ്പോൾ ഈ ഫാറ്റ്സിലേക്ക് പിന്നെ കുറെ പാൻക്രിയാറ്റിക് ലിപ്പൈസസ് ഒക്കെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്ഷൻ ചെയ്തിട്ട് ആ ലിപ്പൈസസ് ആണ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ബൈലിന്റെ സഹായത്തോടെ ഇമൾസിഫിക്കേഷൻ നടന്നത് കാരണം ബ്രേക്ക് ഡൗൺ ഇൻടു സ്മോൾ ഡ്രോപ്ലെറ്റ്സ് സംഭവിക്കും. ആ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് കാരണം എന്ത് സംഭവിക്കും? സർഫസ് ഏരിയ കൂടും, ഫാറ്റിന്റെ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുമ്പോൾ കൂടുതൽ എൻസൈംസിന് ആക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ ലൈപ്പേസ് വന്നിട്ട് അതിന് ആക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? കൂടുതൽ ഫാറ്റ്സിന്റെ ഡൈജഷൻ നടക്കും. അതിനു വേണ്ടിയിട്ടാണ് ബൈൽ എന്ത് ചെയ്യുന്നത്? അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആക്കുന്നു. ആ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് നമ്മൾ എന്താ പറയാ? മിസെലി എന്ന് പറയാം. മിസെലി. ഓക്കെ, MECELLE. അപ്പൊ അങ്ങനെ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ മിസെലി ആക്കി മാറ്റും. അതിന് ഇമൾസിഫിക്കേഷൻ എന്ന് പറയും. അത് കാരണം അതിന്റെ ഒരു സർഫസ് ഏരിയ കൂടും. അത് കാരണം ലിപ്പൈസസ് വന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പൈസസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലിപ്പൈസസിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ലിപ്പൈസസ് എന്ന് പറയുന്ന കുറെ എൻസൈംസ് ഉണ്ട്. ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസിനാണ് ഫാറ്റ്സ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസിനാണ് നമ്മൾ എന്താ പറയാ? ലിപ്പൈസസ് എന്ന് പറയാം. അപ്പൊ ആ ലിപ്പൈസസ് എന്ന് പറയുന്ന എൻസൈംസ് എവിടെയുണ്ട്? പാൻക്രിയാറ്റിക് ജ്യൂസസിൽ ഒരുപാടുണ്ട്. അപ്പൊ ആ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ അത് സഹായിക്കുന്നു, ബൈല് സഹായിക്കുന്നു. അതാണ് എന്തിന്റെ ഫംഗ്ഷൻ? ബൈലിന്റെ ഫംഗ്ഷൻ. ഒന്ന് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, അതായത് ഫാറ്റിനെ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യാം. രണ്ടാമത് ലിപ്പൈസസ് എന്ന് പറയുന്ന എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അത്രയാണ് ബൈലിനെ പറ്റി പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, പാൻക്രിയാറ്റിക് ജ്യൂസസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ഒരുപാട് എൻസൈംസ് ഉണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസസ്. ഓക്കെ, പാൻക്രിയാറ്റിക് ജ്യൂസസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് എന്തുണ്ട്? പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ് ഉണ്ട്. അതും പ്രോ എൻസൈം ആയിട്ടാണ് സെക്രീറ്റ് ചെയ്യുക. നമ്മൾ പെപ്സിനോജൻ പഠിച്ചില്ലായിരുന്നു. പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം പെപ്സിനോജൻ ആയിരുന്നു. അത് സെക്രീറ്റ് ചെയ്ത ഒരു പ്രോ എൻസൈം ആയിട്ടായിരുന്നു. അതിന് HCl ആക്ടിവേറ്റ് ചെയ്തു. അതുപോലെ ഇതിൽ എന്തുണ്ട്? കുറെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസിനെ നമ്മൾ പ്രോട്ടിയേസസ് എന്ന് പറയും. ആ പ്രോട്ടിയേസസിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? ട്രിപ്സിനോജൻ. ട്രിപ്സിനോജൻ. രണ്ടാമത്തത് കൈമോ ട്രിപ്സിനോജൻ. മൂന്നാമത്തത് പ്രോ കാർബോക്സി പെപ്റ്റിഡേസസ്. ഓക്കെ, ഈ മൂന്നും എന്താണ്? പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ്. അത് പാൻക്രിയാറ്റിക് ജ്യൂസസിൽ കാണപ്പെടുന്നതാണ്. ഇതൊക്കെ പ്രോ എൻസൈം ആണ്. ഈ ട്രിപ്സിനോജൻ ആക്ടിവേറ്റ് ആയി ട്രിപ്സിനായി മാറും. കൈമോ ട്രിപ്സിനോജൻ ആക്ടിവേറ്റ് ആയി കൈമോ ട്രിപ്സിനായി മാറും. പ്രോ കാർബോക്സി പെപ്റ്റിഡൈസസ് ആക്ടിവേറ്റഡ് ആയി കാർബോക്സി പെപ്റ്റിഡൈസസ് ആയി മാറും. അതൊക്കെ എന്ത് ചെയ്യും? പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ അതാണ് എന്ത്? പാൻക്രിയാറ്റിക് ജ്യൂസസിലുള്ള ഫസ്റ്റ് എൻസൈം. അതുപോലെ ഈ ട്രിപ്സിനോജന്റെ ഈ കേസ് പറയുമ്പോൾ ആദ്യം ട്രിപ്സിനോജൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? ട്രിപ്സിനോജൻ. ട്രിപ്സിനോജൻ ഒരു പ്രോ എൻസൈം ആണ്. പ്രോട്ടീനെ സഹായിക്കുന്നതാണ്, ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പക്ഷെ അതിനെ ട്രിപ്സിനാക്കി മാറ്റണം. ട്രിപ്സിനാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. ആ ട്രിപ്സിനാക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമിനെ ഇൻഡസ്റ്റൈനിൽ എന്ത് ചെയ്യുന്നു? മിക്കോസ. ഇൻഡസ്റ്റൈനൽ മിക്കോസ. കാരണം ഇതൊക്കെ എത്തുന്നത് ഡ്യൂഡനത്തിലേക്കാണ്, സ്മോൾ ഇൻഡസ്റ്റൈനിലേക്കാണ്. ആ ഇൻഡസ്റ്റൈനൽ മിക്കോസ സെക്രേറ്റ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം വന്നിട്ട് ഈ പാൻക്രിയാറ്റിക് ജ്യൂസസിലുള്ള ട്രിപ്സിനോജനെ
ട്രിപ്സിൻ ആക്കി മാറ്റും. ആ എൻസൈമിന്റെ പേരാണ് എൻട്രോകൈനേസ്. എൻട്രോകൈനേസ്. ഓക്കെ, ഈ എൻട്രോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ട്രിപ്സിനാക്കി മാറ്റും. ട്രിപ്സിൻ എന്ത് ചെയ്യും? കൈമോട്രിപ്സിനോജനെയും പ്രോകാർബോക്സിപെപ്റ്റിഡേസിനെയും ഉള്ള എൻസൈംസിനൊക്കെ എന്ത് ചെയ്യും? ഈ ട്രിപ്സിൻ ചെന്നിട്ട് ആക്ടിവേറ്റ് ആക്കും. അതുപോലെ തന്നെ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനും സഹായിക്കും. അതുപോലെ പാൻക്രിയാറ്റിക് ജ്യൂസസിൽ പിന്നെ ഉള്ളതാണ് എന്ത്? ലിപ്പേസസ്. പാൻക്രിയാറ്റിക് ലിപ്പേസസ് ഉണ്ട്, ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ആദ്യം ഫാറ്റ്സിനെ അല്ലെങ്കിൽ ലിപ്പിഡ്സിനെ എന്ത് ചെയ്യും? എമൾസിഫൈ ചെയ്യും. അതിലേക്ക് ലിപ്പേസസ് ഒന്ന് ആക്ട് ചെയ്യും. അങ്ങനെ ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ മൂന്നാമതായിട്ടുള്ള ഒരു എൻസൈമാണ് എന്ത്? അമൈലേസ്. അമൈലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് അല്ലെ. സലൈവയിൽ എന്തുണ്ട്? അമൈലേസ് ഉണ്ട്. അമൈലേസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈംസിനാണ് നമ്മൾ അമൈലേസ് എന്ന് പറയാം. സലൈവയിൽ ഉള്ളതിന് സലൈവറി അമൈലേസ് എന്ന് പറഞ്ഞു. അത് 30% സ്റ്റാർച്ചിനെ ഉള്ള എന്ത് ചെയ്തിട്ടുള്ളത്? ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബാക്കി സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യാൻ എന്തുണ്ട്? ഇവിടെ അമൈലേസ് ഉണ്ട്. അതുപോലെ മറ്റൊരു എൻസൈമാണ് എന്ത്? ന്യൂക്ലിയേസസ്. ന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട് അല്ലെ. ഈ പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഭക്ഷിക്കുന്ന സമയത്ത്, വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് അതിന്റെ DNA RNA ഉള്ള ന്യൂക്ലിക് ആസിഡ്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. അപ്പൊ അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ന്യൂക്ലിയോസൈഡ്സ് ഒക്കെ ആക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് എന്ത്? ന്യൂക്ലിയേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 ടൈപ്പ് എൻസൈമാണ് ഇവിടെ ഉള്ളത് പാൻക്രിയാറ്റിക് ജ്യൂസസിലുള്ളത്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസസിലുള്ള എൻസൈംസ് ഒക്കെ എവിടെ എത്തി? ഇൻഡസ്ട്രൈനിലേക്ക് എത്തി. ഇതിന്റെ ആക്ഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസസ് ഡിസ്കസ് ചെയ്തു, ബൈൽ ഡിസ്കസ് ചെയ്തു. അതൊക്കെ സ്മാൾ ഇൻഡസ്ട്രൈനിലേക്ക് എത്തി, ഡ്യൂറിനത്തിലേക്ക് എത്തി. അതിന് പുറമെ ഇൻഡസ്ട്രൈൻ തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസസ് എന്തുണ്ട്? ഇൻഡസ്ട്രൈനിലുണ്ട്. അപ്പൊ അതിന്റെ പറയുന്ന പേരാണ് എന്ത്? ഇൻഡസ്ട്രൈനൽ ജ്യൂസസ്. അല്ലെങ്കിൽ അതിന് പറയുന്ന ഒരു പേരുണ്ട് സക്കസ് എൻഡറിക്കസ് എന്ന് പറയും. സക്കസ് എൻഡറിക്കസ്. അപ്പോ സക്കസ് എൻഡറിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രൈനൽ ജ്യൂസസ് ആണ്. അതിൽ 2 കോമ്പണന്റ് ഉണ്ട്. അതായത് ഇൻഡസ്ട്രൈനിൽ എന്തുണ്ട്? ഇൻഡസ്ട്രൈനിൽ ഗോബ്ലറ്റ് സെൽസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഗോബ്ലറ്റ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഗോബ്ലറ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസും അതിന് പുറമെ ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസൈലിലെ ബ്രഷ് ബോർഡർ സെൽസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ബ്രഷ് ബോർഡർ സെൽസിൽ ആ വില്യസിന്റെ അവിടെയൊക്കെ എന്തുണ്ട്? ക്രിപ്സ് ഓഫ് ലിബർക്കൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ഗ്ലാൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രൈനൽ ജ്യൂസസും കൂടി ചേർന്നതാണ് ബ്രഷ് ബോർഡർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസസ്. ഇത് രണ്ടും കൂടി ചേർന്ന മൊത്തം ഇൻഡസ്ട്രൈനൽ ജ്യൂസസ് എന്ന് പറയും, അല്ലെങ്കിൽ സക്കസ് എൻഡറിക്കസ് എന്ന് പറയും. അപ്പൊ സക്കസ് എൻഡറിക്കസ് ഈസ് ദ ഇൻഡസ്ട്രൈനൽ ജ്യൂസസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് സെക്രീഷൻ ഫ്രം ദ ഗോബ്ലറ്റ് സെൽസ് ആൻഡ് സെക്രീഷൻ ഫ്രം ദ ബ്രഷ് ബോർഡർ സെൽസ്. ഓക്കെ, അപ്പൊ ആ ഇൻഡസ്ട്രൈനൽ ജ്യൂസസിൽ എന്തുണ്ട്? ഒരുപാട് എൻസൈംസ് ഉണ്ട്. ഓക്കെ, മ്യൂക്കസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ എന്തുണ്ട്? മ്യൂക്കസ് ഉണ്ട്. അതുപോലെ പാൻക്രിയാറ്റിക് ജ്യൂസസിൽ നമ്മൾ ഒരുപാട് എൻസൈംസ് പറഞ്ഞു അല്ലെ. അതുപോലെ പാൻക്രിയാറ്റിക് ജ്യൂസസിൽ എന്തുണ്ട്? ബൈകാർബണേറ്റ്സും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ബൈകാർബണേറ്റ്സ് എന്ന് പറയുമ്പോൾ HCO3. ഓക്കെ, അതും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ട്രൈനൽ ജ്യൂസസിൽ എന്തുണ്ട്? മ്യൂക്കസ് ഉണ്ട്. അതിന് ഗോബ്ലറ്റ് സെൽ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് ഉണ്ട്. അതുപോലെ മറ്റു കുറെ എൻസൈംസ് ഉണ്ട്. അതിന്റെ പേരുകളാണ് ഒന്ന് ഡൈപെപ്റ്റിഡേസസ്. ഓക്കെ, ഡൈപെപ്റ്റിഡേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. പെപ്സിനോജൻ അതുപോലെ കൈമോട്രിപ്സിനോജൻ ഒക്കെ എന്ത് ചെയ്യും? പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്ത് ചെറിയ ഡൈപെപ്റ്റൈഡ്സ് ഒക്കെ ആക്കി മാറ്റും. ആ ഡൈപെപ്റ്റിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അമിനോ ആസിഡ് ആക്കി മാറ്റുന്നതാണ് ഡൈപെപ്റ്റിഡേസസ് എന്ന് പറയുന്നത്. അതുപോലെ എന്തുണ്ട്? ഡൈസാക്കറൈഡേസസ് ഉണ്ട്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് സ്റ്റാർച്ച് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റിനെ അമൈലേസ് എന്ന് പറയുന്ന എൻസൈം എന്താക്കി മാറ്റും? ഡൈസാക്കറൈഡ്സ് ആക്കി മാറ്റും. ഡൈസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ 2 മോണോസാക്കറൈഡ് കൂടി ചേർന്നതാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അമൈലേസ്, സലൈവറി അമൈലേസ്. അതിനെ മാൾട്ടോസ് ആക്കി. ആ മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ 2 ഗ്ലൂക്കോസ് കൂടി ചേർന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ മാൾട്ടോസിലെ 2 ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഗ്ലൂക്കോസ് ആക്കുന്ന എൻസൈംസിനാണ് നമ്മൾ എന്ത് പറയാ? ഡൈസാക്കറൈഡേസസ് എന്ന് പറയാം. ഈ ഡൈസാക്കറൈഡേസസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട് അല്ലെ. മാൾട്ടോസ് എന്ന് പറയുന്ന ഡൈസാക്കറൈഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് മാൾട്ടേസ് ആണ്. അതുപോലെ ലാക്ടോസ് എന്ന് പറയുന്ന ഡൈസാക്കറൈഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് ലാക്ടേസ് ആണ്. അതുപോലെ സുക്രോസ് എന്ന് പറയുന്ന ഡൈസാക്കറൈഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് സുക്രേസ് ആണ്. ഓക്കെ,
അങ്ങനെ 3 എന്തുണ്ട് ഡൈസാക്കറൈഡ്സ് ഉണ്ട്. അതുപോലെ പിന്നെന്ത് ന്യൂക്ലിയോടൈഡേസും ന്യൂക്ലിയോസിഡേസും ഉണ്ട്. ന്യൂക്ലിയോസൈഡേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ന്യൂക്ലിയോടൈഡേസ് ന്യൂക്ലിയോസൈഡേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസസിൽ ന്യൂക്ലിയേസസ് പഠിച്ചു. ആ ന്യൂക്ലിയേസസ് ന്യൂക്ലിക് ആസിഡിനെ സ്പ്ലിറ്റ് ചെയ്യില്ല. DNA RNA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ന്യൂക്ലിയോസൈഡ്സ്, അതിലേക്ക് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്ത് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാവും. ന്യൂക്ലിയോടൈഡ്സ് പരസ്പരം ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയേസസ് ന്യൂക്ലിക് ആസിഡ്സിനെ എന്താക്കി മാറ്റും ന്യൂക്ലിയോടൈഡ്സ് ആക്കി മാറ്റും. ന്യൂക്ലിയോടൈഡേസസ് എന്ത് ചെയ്യും ന്യൂക്ലിയോടൈഡ്സിനെ ന്യൂക്ലിയോസൈഡ്സ് ആക്കി മാറ്റും. ന്യൂക്ലിയോസൈഡേസ് എന്ത് ചെയ്യും ന്യൂക്ലിയോസൈഡ്സിനെ പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസ് ആയിട്ടുള്ള ഷുഗറും അതുപോലെ തന്നെ നൈട്രജൻ ബേസും ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ എന്തുണ്ട് ഡൈഗ്ലിസറൈഡേസസ് ഒക്കെ ഉണ്ട്. മോണോഗ്ലിസറൈഡേസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യും നമ്മളെ ലിപ്പേസസ് ഫാറ്റ്സിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ട്രൈഗ്ലിസറൈഡ്സിനെ ഡൈഗ്ലിസറൈഡ്സ് ആക്കും. ആ ഡൈഗ്ലിസറൈഡ്സിനെ ഈ ഡൈഗ്ലിസറൈഡേസസും മോണോഗ്ലിസറൈഡേസസും വന്നിട്ട് എന്ത് ചെയ്യും ഡൈഗ്ലിസറൈഡേസസും മോണോഗ്ലിസറൈഡേസസ് അത് വന്നിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിനെയും ഗ്ലിസറോളിനെയും ആക്കി മാറ്റും. ആ മൊത്തം ഡൈജഷൻ നമ്മൾ ഇനി ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ജ്യൂസസിൽ മെയിൻലി കാണപ്പെടുന്ന എൻസൈംസ് ആണ്. പാൻക്രിയാറ്റിക് ജ്യൂസസിൽ നമ്മൾ പറഞ്ഞു പ്രോട്ടിയേസസ് ആയിട്ടുള്ള കൈമോട്രിപ്സിൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസസ് ഉണ്ട്, ലിപ്പേസസ് ഉണ്ട്, അമൈലേസസ് ഉണ്ട്, ന്യൂക്ലിയേസസ് ഉണ്ട്. അതിന്റെ ഒക്കെ ആക്ഷൻ നമ്മൾ പഠിക്കും. അതുപോലെ ഇൻഡസ്ട്രിയൽ ജ്യൂസസിൽ മ്യൂക്കസ് ഉണ്ട്, അതിന് സക്കസ് എൻഡറിക്കസ് എന്ന് പറയും മ്യൂക്കസും. അതുപോലെ ഡൈപെപ്റ്റൈഡേസസ് ഉണ്ട്, ഡൈസാക്കറൈഡേസസ് ഉണ്ട്, മോണോഗ്ലിസറൈഡേസസ്, ഡൈഗ്ലിസറൈഡേസസ്, ന്യൂക്ലിയോസിഡേസസ്, ന്യൂക്ലിയോടൈഡേസസ്, അതുപോലെ ഡൈസാക്കറൈഡ്സിലേക്ക് മാൾട്ടേസ്, ലാക്ടേസ്, സുക്രേസ് ഒക്കെ ഉണ്ട്. ഇനി മൊത്തം ഡൈജഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുപോലെ മറ്റൊരു പോയിന്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മ്യൂക്കസും ബൈകാർബണേറ്റ്സും ഒക്കെ വരുന്നുണ്ട് അല്ലെ. മ്യൂക്കസ് അതുപോലെ ബൈകാർബണേറ്റ്സ് എവിടെ നിന്ന് വരുന്നുണ്ട് പാൻക്രിയാറ്റിക് ജ്യൂസസ് വരുന്നുണ്ട്. അതുപോലെ മ്യൂക്കസ് ആര് സെക്രേറ്റ് ചെയ്യുന്നുണ്ട് ഇൻറ്റെസ്റ്റൈനൽ മ്യൂക്കോസയിലുള്ള ഗോബ്ലെറ്റ് സെൽസ് ഒക്കെ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിയോഡനത്തിന്റെ സബ് മ്യൂക്കോസയിൽ ഗ്ലാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. സബ് മ്യൂക്കോസ ഓഫ് ഡിയോഡനം കണ്ടെയ്ൻ സം ഗ്ലാൻസ്. ആ ഗ്ലാൻസ് എന്ന് പറയുന്ന പേരുണ്ട് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്നാണ് പറയാം. ഡിയോഡനത്തിന്റെ സബ് മ്യൂക്കോസയിലുള്ള ഗ്ലാൻസ് എന്ന് പറയുന്ന പേരാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മ്യൂക്കസും ബൈകാർബണേറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താ നമ്മൾ സ്റ്റൊമക്ക് പഠിച്ചപ്പോൾ പറഞ്ഞു. അതിലും എന്തുണ്ട് മ്യൂക്കസും ബൈകാർബണേറ്റ്സ് ഒക്കെ ഉണ്ട്. അത് സ്റ്റൊമക്ക് മ്യൂക്കോസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്തിന്റെ ആക്ഷനിൽ നിന്ന് HCl ആക്ഷനിൽ നിന്ന്. അതുപോലെ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസിനെ ഈ മ്യൂക്കസും ബൈകാർബണേറ്റ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇൻഡസ്റ്റൈനൽ ജ്യൂസസിന്റെ അതായത് പാൻക്രിയാറ്റിക് ജ്യൂസസിന്റെയും ഇൻഡസ്റ്റൈനൽ ജ്യൂസസിന്റെയും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന എൻസൈമിന്റെ ഒപ്റ്റിമൽ pH എന്ന് പറയുന്നത് 7.8 ആണ്. അതായത് എന്താണ് ആൽക്കലൈൻ pH ആണ്. അപ്പൊ ഇൻഡസ്റ്റൈനിൽ ആൽക്കലൈൻ pH ഉണ്ടായാലാണ് എന്ത് ചെയ്യാം ഈ ഇന്റസ്റ്റൈനൽ എൻസൈംസും പാൻക്രിയാറ്റിക് എൻസൈംസും കൂടുതൽ ആക്ട് ചെയ്യാം. അപ്പൊ ഈ മ്യൂക്കസും ബൈകാർബണേറ്റ്സും ഒക്കെ എന്ത് ചെയ്യും ഇൻഡസ്റ്റൈനിൽ ഒരു ആൽക്കലൈൻ pH പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആൽക്കലൈൻ pH പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഈ മ്യൂക്കസിനെ ബൈകാർബണേറ്റിന്റെയും ഒരു ഫംഗ്ഷൻ. ഇൻഡസ്റ്റൈനൽ മ്യൂക്കസിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ മൊത്തം ഡൈജഷൻ ഒന്ന് പഠിക്കും. ഓക്കെ, അപ്പൊ ആദ്യം ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് ഡിയോഡനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ആക്ട് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസസ് ആണ്. അതുപോലെ ബൈൽ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും ഇമൾസിഫിക്കേഷൻ നടത്തും. അതിനുശേഷം എന്ത് ചെയ്യും പാൻക്രിയാറ്റിക് ജ്യൂസസ് ആക്ട് ചെയ്യും. പാൻക്രിയാറ്റിക് ജ്യൂസസിൽ ആദ്യം ട്രിപ്സിൻ ആക്ടിവേറ്റ് ആയിട്ട് എന്തായിട്ടുണ്ടാവും ട്രിപ്സിൻ ആയിട്ടുണ്ടാവും അല്ലെ. അതുപോലെ കൈമോട്രിപ്സിൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ കാർബോക്സി പെപ്റ്റിഡൈസസ്. ഈ മൂന്ന് എൻസൈമും എന്ത് ചെയ്യും ഫുഡിലുള്ള പ്രോട്ടീൻസിനെ അതല്ലെങ്കിൽ എന്തുണ്ടാവും സ്റ്റൊമക്കിൽ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്തിട്ട് എന്തുണ്ടായിട്ടുണ്ട് പ്രോട്ടിയോസസ് അതുപോലെ പെപ്റ്റോൺസ് അതൊക്കെ സ്റ്റൊമക്കിൽ ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടായതാണ് അല്ലെ. പ്രോട്ടിയോസസും പെപ്റ്റോൺസും ഇതിനൊക്കെ എന്താക്കി മാറ്റും ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റും. അതായത് ചെറിയ മോളിക്യൂൾസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. അതിനാണ് എന്തുള്ളത് ട്രിപ്സിനും കൈമോട്രിപ്സിനും കാർബോക്സി പെപ്റ്റിഡൈസസും ഫുഡിലുള്ള പ്രോട്ടീൻസിനെയും അതായത് സ്റ്റൊമക്കിൽ ആൾറെഡി ഡൈജഷൻ നടന്നിട്ടുണ്ടായ പ്രോട്ടിയോസസിനെയും പെപ്റ്റോൺസിനെയും ഒക്കെ ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റും. ഓക്കെ, അതിനുശേഷം രണ്ടാമതായിട്ട്
പാങ്ക്രിയാറ്റിക് ജ്യൂസസിലുള്ള എൻസൈം ഏതാണ്? പാങ്ക്രിയാറ്റിക് അമൈലേസ് ആണ്. പാങ്ക്രിയാറ്റിക് അമൈലേസ്. ഓക്കെ. പാങ്ക്രിയാറ്റിക് അമൈലേസ് എന്ത് ചെയ്യും? സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? സ്റ്റാർച്ചിനെ ഡൈസാക്കറൈഡ്സ് ആക്കി മാറ്റും. ഡൈസാക്കറൈഡ്സ്, അതായത് മാൾട്ടോസ് പോലെയുള്ള ഡൈസാക്കറൈഡ് ആയി മാറ്റും. അതുപോലെ മറ്റു കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും അല്ലെ, കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ എന്താക്കി മാറ്റും? എല്ലാ കാർബോഹൈഡ്രേറ്റ്സിനെയും ഡൈസാക്കറൈഡ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. ഡൈസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? മാൾട്ടോസ് ഉണ്ടാവും, ലാക്ടോസ് ഉണ്ടാവും, സുക്രോസ് ഉണ്ടാവും. ഓക്കെ. അങ്ങനെ ചെറിയ ഡൈസാക്കറൈഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ മൂന്നാമതായിട്ടുള്ള എന്താണ്? പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്. പാങ്ക്രിയാറ്റിക് ലിപ്പേസ്. ഈ പാങ്ക്രിയാറ്റിക് ലിപ്പേസ് എന്ത് ചെയ്യും? ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യും. ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഡൈഗ്ലിസറൈഡ്സ് ആക്കി മാറ്റും. ഡൈഗ്ലിസറൈഡ്സ്. ഓക്കെ. അതായത് ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ 3 ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ കൂടി ചേർന്നിട്ട് ട്രൈഗ്ലിസറൈഡ് ആണ്. ആ ട്രൈഗ്ലിസറൈഡിനെ ഡൈജസ്റ്റ് ചെയ്ത് ഇതിന്റെ ചെറിയ പാർട്ടായിട്ടുള്ള ഡൈഗ്ലിസറൈഡ് ആയിട്ട് മാറ്റുക ഒരു പാങ്ക്രിയാറ്റിക് ലിപ്പൈസ്. അതുപോലെ നാലാമത് നമ്മൾ എന്ത് പറഞ്ഞു? പാങ്ക്രിയാസിൽ ന്യൂക്ലിയസസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള DNA-നെയും അല്ലെങ്കിൽ RNA-നെയൊക്കെ എന്താക്കി സ്പ്ലിറ്റ് ചെയ്യും? ന്യൂക്ലിയോടൈഡ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ആദ്യം ഡിയോഡനത്തിലേക്ക് എത്തുന്ന എല്ലാ ഫുഡിനെയും പാങ്ക്രിയാറ്റിക് ജ്യൂസസും ബൈലും ആക്ഷൻ നടത്തി അതിലുണ്ടായിരുന്ന പ്രോട്ടീൻസിനൊക്കെ അതിന്റെ ചെറിയ പാർട്ടായിട്ടുള്ള ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റി. കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ ഡൈസാക്കറൈഡ്സ് ആക്കി മാറ്റി. മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ് എന്നൊക്കെ പറയുന്ന ഡൈസാക്കറൈഡ്സ് ആക്കി മാറ്റി. അതുപോലെ ലിപ്പേസ് എന്ത് ചെയ്തു? ലിപ്പിഡ്സിനെ എടുത്ത് ഗ്ലിസറൈഡ്സ് ആക്കി മാറ്റി. അതുപോലെ ന്യൂക്ലിയസസ് എന്ത് ചെയ്തു? ന്യൂക്ലിയോടൈഡ്സ് ആക്കി മാറ്റി. അപ്പൊ ഇനി ഫുഡിൽ അവശേഷിക്കുന്നത് എന്താണ്? ഡൈപെപ്റ്റൈഡ്സ്, ഡൈസാക്കറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ്, ന്യൂക്ലിയോടൈഡ്സ് ആണ്. അതിനൊക്കെ ആര് വന്ന് ആക്ട് ചെയ്യും? ഇൻഡസ്റ്റൈനൽ ജ്യൂസസ് അല്ലെങ്കിൽ സബ്കസ് എൻറ്ററിക്കസിൽ വരുന്ന എൻസൈംസ് വന്ന് ആക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ എന്ത് നടക്കും? ഡൈപെപ്റ്റൈഡ്സ് ഉണ്ടായില്ലേ ആദ്യം? ഡൈപെപ്റ്റൈഡ്സിനെ സബ്കസ് എൻറ്ററിക്കസിലുള്ള ഡൈപെപ്റ്റിഡേസസ് വന്ന് ആക്ട് ചെയ്യും. ഡൈപെപ്റ്റിഡേസസ്. ആ ഡൈപെപ്റ്റിഡേസസ് എന്താക്കി മാറ്റും? അതിനെ അമിനോ ആസിഡ് ആക്കി മാറ്റും. അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് സിമ്പിൾ അബ്സോർബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് അമിനോ ആസിഡ് കിട്ടി. അതുപോലെ ഡൈസാക്കറൈഡേസസ് വരും. ഡൈസാക്കറൈഡേസസ് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? മാൾട്ടേസ് ഉണ്ട്, സുക്രേസ് ഉണ്ട്, ലാക്ടേസ് ഉണ്ട്. അപ്പോ എന്ത് ചെയ്യും? ഫുഡിൽ ഉണ്ടായിരുന്ന മാൾട്ടേസ് വന്നിട്ട് ഇതാക്കും. മാൾട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്ലൂക്കോസ് കൂടി ചേർന്നതായിരുന്നു. അപ്പൊ അതിനെന്താക്കി മാറ്റും? 2 ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഓക്കെ. രണ്ടാമതായിട്ട് എന്തുണ്ട്? സുക്രോസ് ഉണ്ടായിരുന്നു. സുക്രോസിനെ സുക്രേസ് വന്നിട്ട് എന്താക്കി മാറ്റും? സുക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലൂക്കോസ് മോണോസാക്കറൈഡും ഒരു ഫ്രക്ടോസ് മോണോസാക്കറൈഡും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സുക്രോസ് ഉണ്ടാവുന്നത്. അപ്പൊ സുക്രോസിൽ സുക്രേസ് ആക്ട് ചെയ്തിട്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഒരു ഫ്രക്ടോസ് മോളിക്യൂളും ഫോം ചെയ്യും. അതുപോലെ മറ്റൊരു ഡൈസാക്കറൈഡ് ആണ് ലാക്ടോസ്. ലാക്ടോസിൽ ലാക്ടേസ് ഒന്ന് ആക്ട് ചെയ്യും. ലാക്ടേസ് ഒന്ന് ആക്ട് ചെയ്തിട്ട് ലാക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും കൂടി ചേർന്നുണ്ടാകുന്നതാണ്. അപ്പോ അതൊരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും ഫോം ചെയ്യും. ഓക്കെ. അപ്പൊ എന്താ? ഇതൊക്കെ എന്താണ്? മോണോസാക്കറൈഡ്സ് ആണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നൊക്കെ പറയുന്നത് മോണോസാക്കറൈഡ് ആണ്. ഈസിലി അബ്സോർബിൾ ആണ്. അപ്പൊ നമുക്ക് അതും ഈസിലി അബ്സോർബിൾ ആയി. അടുത്തത് എന്ത് കിട്ടും? അടുത്തത് ഡൈഗ്ലിസറൈഡ്സ് ഉണ്ടായിരുന്നു അല്ലെ. ഡൈഗ്ലിസറൈഡ്സ്. ലിപ്പിഡ്സ് ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടായ ഡൈഗ്ലിസറൈഡ്സിലേക്ക് ഡൈഗ്ലിസറൈഡേസസ് ഒന്ന് ആക്ട് ചെയ്യും. ഡൈഗ്ലിസറൈഡേസസ്. അതെന്തായി മാറും? മോണോഗ്ലിസറൈഡ്സ് ആയിട്ട് മാറും. മോണോഗ്ലിസറൈഡ്സ്. ആ മോണോഗ്ലിസറൈഡ്സിലേക്ക് മോണോഗ്ലിസറൈഡേസസ് ആക്ട് ചെയ്യും. മോണോഗ്ലിസറൈഡേസസ് ആക്ട് ചെയ്യും. അങ്ങനെ അത് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് മാറും. ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി ചേർന്നിട്ടുള്ള 3 ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി ചേർന്നിട്ടാണ് എന്ത് വരിക? ഫാറ്റ്സ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് ഫോം ചെയ്യുന്നത്. അതിനെ ഡൈഗ്ലിസറൈഡ്സ് ആക്കി മാറ്റിയ ലിപ്പൈസസ്. അതിന് ഡൈഗ്ലിസറൈഡേസസ് മോണോഗ്ലിസറൈഡ്സ് ആക്കി മാറ്റി. മോണോഗ്ലിസറൈഡേസസ് അതിനെ ബേസിക് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും നമുക്ക് ഈസിലി അബ്സോർബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റി. അതുപോലെ നമുക്ക് എന്തുണ്ടായിരുന്നു? ന്യൂക്ലിയോടൈഡ്സ് കിട്ടിയില്ല. ന്യൂക്ലിയേസസിന്റെ ആക്ഷൻ വഴി ന്യൂക്ലിയോടൈഡ്സ് കിട്ടി. അതിൽ ന്യൂക്ലിയോട്ടിഡേസസ് ഒന്ന് ആക്ട് ചെയ്യും. ന്യൂക്ലിയോടൈഡേസസ് ഒന്ന് ആക്ട് ചെയ്തിട്ട് ന്യൂക്ലിയോസൈഡ്സ് ആക്കി മാറ്റി. ന്യൂക്ലിയോസൈഡ്സ്. അതായത് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോടൈഡ്സും ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതിൽ ന്യൂക്ലിയോടൈഡ്സിനെ നമുക്ക് കിട്ടി. അതിൽ ന്യൂക്ലിയോടൈഡേസസ് ഒന്ന് ആക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു?
ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയോസൈഡിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ന്യൂക്ലിയോസൈഡ്സിനെ കിട്ടി. ആ ന്യൂക്ലിയോസൈഡ്സിൽ എന്ത് ആക്ട് ചെയ്യും? ന്യൂക്ലിയോസിഡേസസ് ഒന്ന് ആക്ട് ചെയ്യും. ന്യൂക്ലിയോസൈഡേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോസൈഡ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഒരു റൈബോസ് ഷുഗറും, റൈബോസ് അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ, ഓക്കെ, അതും അതിന്റെ നൈട്രജൻ ബേസും ആണ് കിട്ടുക. അപ്പൊ അതിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യും? എല്ലാ സിമ്പിൾ അബ്സോർബിൾ ഫോമിലേക്ക് കിട്ടും. അമിനോ ആസിഡ് ആയിട്ട് കിട്ടും. ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, അതുപോലെ ഫ്രക്ടോസ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോള്, റൈബോസ് ഷുഗർ, നൈട്രജൻ ബേസ് എന്നൊക്കെ പറയുന്ന സിമ്പിൾ അബ്സോർബിൾ ഫോമിലേക്ക് കിട്ടും. ഇതാണ് എന്ത് പറയുന്നത്? ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. എവിടുന്ന് തുടങ്ങി? മൗത്തിൽ തുടങ്ങി. മൗത്തിൽ സലൈവറി അമൈലേസ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി. അതിനുശേഷം സ്റ്റൊമക്കിൽ പ്രോട്ടീൻസിനെ പെപ്സിൻ വന്നിട്ട് എന്താക്കി? പെപ്റ്റോൺസും പ്രോട്ടിയോസസും ആക്കി മാറ്റി. അതിനുശേഷം പാൻക്രിയാറ്റിക് ജ്യൂസസിലുള്ള കൈമോട്രിപ്സിൻ, ട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡൈസസ് എന്താക്കി? അതിനൊക്കെ ഡൈപെപ്റ്റിഡ്സ് ആക്കി മാറ്റി. അതുപോലെ എന്തുണ്ടായിരുന്നു? അമൈലേസ്, പാൻക്രിയാറ്റിക് അമൈലേസ് ഒക്കെ അതിനെ ഡൈസാക്രൈഡ്സ് ആക്കി മാറ്റി. പാൻക്രിയാറ്റിക് ലിപ്പേസ് അതിനെ ഡൈഗ്ലിസറൈഡ്സ് ആക്കി മാറ്റി. ന്യൂക്ലിയസസ് അതിനെ ന്യൂക്ലിയോടൈഡ്സ് ആക്കി മാറ്റി. അതിനുശേഷം സക്കസ് എൻറ്റിറിക്കസിലുള്ള ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ആണ് അതിന്റെ ഫൈനൽ ആക്ഷൻ നടന്നുകൊണ്ട് ഡൈപെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡ് ആക്കി മാറ്റി. ഡൈസാക്രൈഡ്സിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ഫ്രക്ടോസും ആക്കി മാറ്റി. ഡൈഗ്ലിസറൈഡ്സിൽ നിന്ന് ഫാറ്റി ആസിഡ്സിനെയും ഗ്ലിസറോളിനെയും കിട്ടി. അതുപോലെ ന്യൂക്ലിയോടൈഡ്സിൽ നിന്ന് ഷുഗറിനെയും റൈബോസോ അല്ലെങ്കിൽ ഡിയോക്സി റൈബോസോ, DNA ആണെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ കിട്ടും, RNA ആണെങ്കിൽ റൈബോസ് ഷുഗർ കിട്ടും. അതുപോലെ അതിലുള്ള നൈട്രജൻ ബേസിനെയും കിട്ടും. ഇത്രയാണ് എന്തുള്ളത്? ഡൈജഷൻ ഉള്ളത്. അപ്പൊ ഡ്യൂയോഡിനത്തിൽ വെച്ചിട്ടാണ് ഈ വക സ്റ്റെപ്പുകളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിനെ പിന്നീട് ഇലിയം എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും ജജുനം എന്ന് പറയുന്ന പാർട്ടിലും നിന്നാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഡ്യൂയോഡിനത്തിൽ വെച്ചിട്ടാണ് അല്ലെ. ഡ്യൂയോഡിനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ സ്റ്റെപ്പുകളൊക്കെ നടന്ന് മൊത്തം ഡൈജഷൻ കംപ്ലീറ്റ് ആയി. ആ ഫുഡ് എവിടേക്ക് പോകും? ഇലത്തിലേക്ക് പോകും, ജജുനത്തിലേക്ക് പോകും. കുറച്ച് എന്ത് ചെയ്യും? ഡ്യൂയോഡിനത്തിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യും. മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നത് ഇലിയത്തിലും ജജുനത്തിലും വെച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ അബ്സോർബിൾ ആവാത്ത ഫുഡൊക്കെ എവിടേക്ക് പാസ് ചെയ്യും? അടുത്ത പാർട്ടായിട്ടുള്ള സീക്കം, ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് പാസ് ചെയ്യും. സീക്കം, കൊളോൺ, റെക്ടം എന്ന് പറയുന്ന ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് പാസ് ചെയ്യും. ഈ ഇലിയത്തിൽ നിന്ന് ഡ്യൂയോഡിനം, ജജുനം, ഇലിയം കഴിഞ്ഞ് ഇലിയത്തിൽ നിന്ന് സീക്കത്തിലേക്ക് പോകും വഴി ഒരു വാൽവ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇലിയോസീക്കൽ വാൽവ്. ആ ഇലിയോസീക്കൽ വാൽവ് എന്ത് ചെയ്യും? അതിനെ കൺട്രോൾ ചെയ്യും. അതുപോലെ ഇവിടേക്ക് എത്തിയ വേസ്റ്റ് മെറ്റീരിയലിനെ തിരിച്ച് ഇലിയത്തിലേക്ക് വരുന്ന ബാക്ക് ഫ്ലോ ആര് പ്രിവെന്റ് ചെയ്യും? ഇലിയോസീക്കൽ വാൽവ് പ്രിവെന്റ് ചെയ്യും. ഇലിയോസീക്കൽ വാൽവ് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അതുപോലെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫീസസ് ഫോം ചെയ്യുന്നത്. ആ ഫീസസ് എങ്ങോട്ട് പോകും? സീക്കം വഴി, കൊളോൺ വഴി രക്തത്തിലേക്ക് പോകും. രക്തത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ രക്തത്തിലൂടെ അത് ആനസിലൂടെ പുറത്തേക്ക് പാസ് ചെയ്യും. അതുപോലെ ലാർജ് ഇൻഡസ്റ്റൈനിന്റെ ഫംഗ്ഷൻസ് എന്താണ്? സ്മോൾ ഇൻഡസ്റ്റൈനിൽ എന്താണ്? ഡ്യൂയോഡിനത്തിൽ മാക്സിമം ഡൈജഷൻ നടക്കുന്ന ഡ്യൂയോഡിനത്തിൽ വെച്ചിട്ടാണ് അല്ലെ. പാൻക്രിയാറ്റിക് ജ്യൂസസും വൈലും ഇൻഡസ്റ്റൈനൽ ജ്യൂസസും ഒക്കെ മാക്സിമം നടക്കുന്ന ഡ്യൂയോഡിനത്തിലാണ്. ഇലിയം ജജുനം നന്നായിട്ട് അബ്സോർപ്ഷൻ സഹായിക്കുന്നതാണ്. അത്രയാണ് സ്മോൾ ഇൻഡസ്റ്റൈനിലുള്ള പാർട്ടിനെ പറ്റി നമ്മൾ പഠിച്ചത്. അതിനുശേഷം ലാർജ് ഇൻഡസ്റ്റൈനിൽ എന്തൊക്കെയാണ് ഫംഗ്ഷൻ? ലാർജ് ഇൻഡസ്റ്റൈനിൽ നടക്കുന്നില്ല, ഡൈജഷൻ നടക്കുന്നില്ല. ലാർജ് ഇൻഡസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാൽ ലാർജ് ഇൻഡസ്റ്റൈനിൽ ഡൈജഷൻ നടക്കുന്നില്ല, നോ ഡൈജഷൻ. ഓക്കെ, അപ്പൊ ഇതിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. മ്യൂക്കസ് സെക്രീറ്റ് ചെയ്തിട്ട് ആ ബാക്കി വന്ന അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഫുഡിനൊക്കെ എന്ത് ചെയ്യും? ലൂബ്രിക്കേറ്റ് ചെയ്യും. അതുവഴി അതിന്റെ ഈസി പാസേജ് നടക്കും. ഓക്കെ, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്ത് അതിന് ഈസി പാസേജ് നടത്തും. രണ്ടാമത് എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ അബ്സോർബ് ചെയ്യും. അബ്സോർപ്ഷൻ, മാക്സിമം അബ്സോർപ്ഷൻ ജജുനത്തിലും ഇലിയത്തിലും നടക്കുന്നത്. അവിടുന്ന് അബ്സോർബ് ചെയ്യപ്പെടാത്ത കുറച്ച് സബ്സ്റ്റൻസിനെ, അതുപോലെ വാട്ടർ, മെയിനായിട്ട് വാട്ടർ, ചില ഡ്രഗ്സ്, അതുപോലെ കുറച്ച് മിനറൽസ് ഒക്കെയാണ് എവിടെ വെച്ച് അബ്സോർബ് ചെയ്യുന്നത്? ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യുന്നത്. ലാർജ് ഇൻഡസ്റ്റൈൻ ഫംഗ്ഷൻ അത്രയാണ്. അതിൽ ഡൈജഷൻ ഇല്ല, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ആ ഫീക്കൽ മാറ്ററിന്റെ ലൂബ്രിക്കേഷൻ വഴി അതിന് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യാൻ പറ്റും. അതുപോലെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, ഡ്രഗ്സ്, മിനറൽസ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഡൈജഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതുപോലെ നമ്മൾ സ്റ്റൊമക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ സ്റ്റൊമക്കിൽ പെപ്സിൻ പറഞ്ഞു അല്ലെ. പെപ്സിൻ. അതുപോലെ സ്റ്റൊമക്കിൽ ഇൻഫൻസിന്റെ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ ഞാൻ അവിടെ പറയാൻ വിട്ടുപോയതാണ്. ഇൻഫൻസിന്റെ ഗ്യാസ്ട്രിക് ഗ്ലാൻസ്
റെന്നിൻ എന്ന് പറയുന്ന എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. റെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് പ്രോട്ടീൻസിനെ അല്ലെ, കാരണം ഇൻഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ഇൻഫൻസ് എന്ന് പറയാം. അപ്പൊ ഇൻഫൻസിന്റെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്ത് കൂടുതലായിട്ടും വരുന്നത് മിൽക്കാണ്. അപ്പൊ മിൽക്കിലുള്ള പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ എൻസൈമാണ് എന്ത്, റെനിൻ എന്ന് പറയുന്നത്. ഇത് ഇൻഫൻസിന്റെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണ്, എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ റെനിൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി നമ്മൾ പഠിക്കും. ഇവിടെ RENNIN ആണ്. ഈ റെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മിൽക്കിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന മിൽക്ക് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. അതുപോലെ റെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോർമോൺ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എവിടെ പഠിക്കും, എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, എക്സ്ക്രീറ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. റെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BP ഒക്കെ കുറയുന്ന സമയത്ത്, BP അല്ലെങ്കിൽ ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുന്ന സമയത്ത് ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്, ഡൈജഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ എന്താണ്, അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പാർട്ടിലേക്കാണ് പോകുന്നത്.